ആശങ്ക തീർന്നു, സുരക്ഷിത ലാൻഡിംഗ്. ടേക്ക് ഓഫിനിടെ പിൻഭാഗം നിലത്തുരഞ്ഞ് തകരാർ പറ്റിയ വിമാനത്തിന് തിരുവനന്തപുരത്ത് സേഫ് ലാൻഡിംഗ്. കോഴിക്കോട് ദബാം എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കടലിൽ ഇന്ധനമൊഴുക്കിയ ശേഷം ലാൻഡ് ചെയ്തത്. വരികയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ആ എയർ ഇന്ത്യ എക്സ്പ്രസ് റൺവേയിലേക്ക് പോകുന്നു. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ലാൻഡിംഗ് 176 യാത്രക്കാരും 6 ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ 182 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്നുള്ള ടേക്ക് ഓഫിനിടെ പിൻഭാഗം നിലത്തുരഞ്ഞതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചുവിട്ടത്. വി അരുൺ, ഉമേഷ് ബാലകൃഷ്ണൻ, ഐശ്വര്യ അനിൽ എന്നിവർ സമഗ്രമായ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ഉമേഷ്, ആശങ്കയുടെ നിമിഷങ്ങൾ അത് അവസാനിച്ചിരിക്കുന്നു, ആശ്വാസം വന്നെത്തിയിരിക്കുന്നു. ഉമേഷാണ് ആ തത്സമയം ആ ലാൻഡിങ്ങിന്റെ നിമിഷങ്ങൾ നമുക്ക് പകർന്നു തന്നത്, അതിന്റെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും 182 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കാൻ സാധിച്ചിരിക്കുകയാണ്. അസാധാരണമായ നടപടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സമഗ്രമായ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഉമേഷ്? തീർച്ചയായും മണിക്കൂറുകൾ നീണ്ട ആശങ്ക. അത് ഏകദേശം 9:45 കരിപ്പൂരിൽ നിന്ന് വിമാനം പറന്നുയരുന്നു. ആ സമയത്താണ് ഇതിന്റെ പിൻഭാഗത്തെ ടെയിൽ സ്ട്രൈക്ക് സംഭവിക്കുന്നത്. പിൻഭാഗം റൺവേയിൽ ഉരസി അവിടെ കേടുപാട് സംഭവിക്കുന്നത്. ഇത് പറന്നുയർന്ന് തുടർന്ന് ആകാശത്ത് പറക്കുമ്പോൾ അതിന്റെ എയറോഡൈനാമിക്സ്, അതായത് പറന്നുയരുമ്പോൾ സ്വാഭാവികമായി അത് കാറ്റിന്റെ ശക്തി കൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് ഏറ്റവും അടിയന്തരമായ ലാൻഡ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി ഏറ്റവും എമർജൻസി ലാൻഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരം വിമാനത്താവളം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 11:05 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും എന്നുള്ള അറിയിപ്പ് ലഭിച്ചു. പക്ഷേ പിറകു ഭാഗത്താണ് ഇന്ധനം സൂക്ഷിച്ചിരുന്നത്. ഇത് കാലിക്കറ്റിൽ നിന്ന് ദമാമിലേക്ക് പോകുന്ന വിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ധനം കരുതിയിരുന്നു. ആ സമയത്ത് അതേ രീതിയിൽ ഇവിടെ ലാൻഡ് ചെയ്താൽ ഭാരം കൊണ്ട് പിറകു ഭാഗത്ത് കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായി ഇന്ധനം കത്തിച്ചു കളയാനുള്ള നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1 മണിക്കൂറോളം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പരിസരത്തും അറബിക്കടലിലുമായി വിമാനം ചുറ്റിക്കറങ്ങി. ആ സമയത്ത് അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ എയർ സ്പേസിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 12:15 വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. വളരെ സേഫായി തന്നെ ലാൻഡ് ചെയ്തു. ആശങ്ക പൂർണ്ണമായി ഒഴിയുകയും ചെയ്തു. ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിരുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു മുൻകരുതൽ നടപടികളുടെയോ വസ്തുക്കളുടെയോ ഒന്നും ആവശ്യവും വേണ്ടി വന്നില്ല. ഇവിടെ 12:15 ആദ്യ വിമാനം ലാൻഡ് ചെയ്ത ശേഷം 15 മിനിറ്റുകളോടുകൂടി തന്നെ വിമാനത്താവളം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. അതായത് സാധാരണ എങ്ങനെയാണോ വിമാനത്താവളം പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലേക്ക് എത്തി. 15 മിനിറ്റുകൾക്ക് ശേഷം എയർഫോഴ്സിന്റെ മറ്റൊരു വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അല്പം മുൻപാണ് മറ്റൊരു വിമാനം ഇവിടെ നിന്ന് പറന്നുയർന്നത്. വളരെ വേഗത്തിൽ തന്നെ നടപടികളെല്ലാം പൂർത്തിയാക്കി. അതായത് ഒരു എമർജൻസി ലാൻഡിംഗ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി വിമാനത്താവളം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ ഇതിനു വേണ്ട, അതായത് സാധാരണ എമർജൻസി ലാൻഡിംഗ് ഒരു വിമാനം നടത്തുകയാണെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങളും മറ്റ് എയർപോർട്ട് ക്രമീകരണങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും നൽകേണ്ടത് എയർ ട്രാഫിക് കൺട്രോളാണ്. എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാർ, ആ സമയത്തുണ്ടായിരുന്ന ജീവനക്കാർ ഉച്ചവരെയാണ് ആ സമയത്ത് ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു വിമാനം ലാൻഡ് ചെയ്യുന്നു. ഇത് പഠിക്കാൻ ഉപയോഗിക്കുന്ന വിമാനമാണ്. ആ വിമാനം ലാൻഡിംഗ് ചെയ്തും ഉയർത്തിയും പഠിക്കാൻ വേണ്ടിയും ഈ റൺവേ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ റൺവേയിലേക്ക് എത്തി. അത് ജസ്റ്റ് ഏറ്റവും പിറകിലെ ടയറുകളാണ് റൺവേയിൽ ആദ്യം മുട്ടേണ്ടത്. ആ രീതിയിൽ റൺവേയിൽ ലാൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് വിമാനത്താവളം കൃത്യമായി റൺവേയും പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. കൃത്യമായി എയർ ട്രാഫിക് കൺട്രോൾ മറ്റ് വിമാനങ്ങൾക്കും ഈ സ്പേസിനുമെല്ലാമുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി പൂർവ്വസ്ഥിതിയിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളം. തീർച്ചയായും ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അറബിക്കടലിൽ വട്ടവിട്ട് പറന്ന് ഇന്ധനം അതൊഴുക്കിക്കളഞ്ഞ് ബാലൻസ് ചെയ്ത് വളരെ സേഫായി വിമാനം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ
ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും വിമാനവും യാത്രക്കാരും അവിടെ തന്നെയുണ്ട്. വി അരുൺ വിമാനത്താവളത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, എന്തായാലും സേഫ് ലാൻഡിംഗ് ആണ്. ഇവർ ദമാമിലേക്ക് പോകേണ്ടവരായിരുന്നു. എമർജൻസി ലാൻഡിംഗിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിമിഷങ്ങൾക്കകമാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ തയ്യാറായി കഴിഞ്ഞത്. ഇപ്പോൾ ആ ഒരു അടിയന്തരാവസ്ഥ അവിടെ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. പൂർവ്വസ്ഥിതിയിലേക്ക് വിമാനത്താവളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇവരുടെ ദമാമിലേക്കുള്ള യാത്ര ഇനി എങ്ങനെയായിരിക്കും? അതടക്കമുള്ള വിവരങ്ങൾ. ആര്യ, 10 മണിയോട് ഏകദേശം 10 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരമൊരു സന്ദേശം എത്തുന്നത്. കോഴിക്കോട് ദമാമിലേക്കുള്ള വിമാനത്തിന് അടിയന്തര ലാൻഡിങ്ങിന്റെ സാഹചര്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനുള്ള തീരുമാനമാണ് ക്യാപ്റ്റൻസി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്ന സന്ദേശമാണ് എത്തിയത്. പിന്നീടെല്ലാം വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു. 2.25 മണിക്കൂർ കൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി 12.25 വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു. ഈ 2 മണിക്കൂറിലേറെ ഈ വിമാനത്തിലെ യാത്രക്കാർ വലിയ ഒരു സങ്കീർണമായ മാനസികാവസ്ഥയിലായിരിക്കണം കടന്നുപോയത്. ഏതായാലും ഇപ്പോൾ അവർ സുരക്ഷിതമായി 12 ലാൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം അവരെ വിമാനത്താവളത്തിനുള്ളിലേക്ക് ലോഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ അവർക്ക് ഭക്ഷണമടക്കമുള്ള സംവിധാനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ആഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അതിനുള്ള മറ്റ് ആശ്വാസ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു. അതിനുശേഷം അവരോട് എയർ ഇന്ത്യ അധികൃതർ എവിടേക്കാണ് പോകേണ്ടത്, ഇന്ന് തിരുവനന്തപുരത്ത് തങ്ങിയിട്ട് മറ്റേതെങ്കിലും നാളെയോ മറ്റു ദിവസങ്ങളിലേക്കുള്ള വിമാനത്തിൽ മാത്രം ദമാമിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ അടിയന്തരമായി കോഴിക്കോട്ടേക്ക് പോകേണ്ടവരുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അതിനുശേഷം അവരുടെ ഒരു താല്പര്യപ്രകാരം അവരുടെ ഏത് തരത്തിലുള്ള യാത്രയാണ് അവർ ആവശ്യപ്പെടുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾക്കാണ് എയർ ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത്. KSRTC അധികൃതരുമായും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ സംസാരിച്ചു കഴിഞ്ഞു. അടിയന്തരമായി കോഴിക്കോട്ടേക്ക് പോകേണ്ടവർക്ക് മറ്റ് വിമാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ മറ്റ് KSRTC ബസ്സിലെങ്കിലും അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ആലോചനയുണ്ട്. ഏതായാലും അല്പസമയത്തിനകം അക്കാര്യത്തിൽ വ്യക്തത വരും. ഏതായാലും വലിയ ഒരു ആശ്വാസം എന്നുള്ള വാർത്ത തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ എമർജൻസി ലാൻഡിംഗ് ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയും ഇത്തരത്തിലൊരു വിമാനത്തിൻ്റെ ലാൻഡിംഗ് ടയറിന് കേടുപാട് സംഭവിക്കുകയും അത് അടിയന്തരമായി ഇവിടെ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു അടിയന്തര ലാൻഡിംഗ്. ഏതായാലും വലിയ ആശ്വാസമുള്ള വാർത്ത. പൂർണ്ണമായും യാത്രക്കാരും മറ്റേ ക്യാബിൻ വിമാനത്തിലെ ഉദ്യോഗസ്ഥരും, പൈലറ്റ് അടക്കമുള്ള ക്യാബിൻ ക്രൂ അടക്കമുള്ള ഉദ്യോഗസ്ഥരും എല്ലാം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അവർക്ക് തുടർ യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളിലേക്കാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആലോചനകൾ പുരോഗമിക്കുന്നത്. അതും അല്പസമയത്തിനകം അതിലും ഒരു തീരുമാനമുണ്ടാകും. തീർച്ചയായും വി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു നമ്മൾ എല്ലാവരും. എന്തായാലും പ്രത്യേകിച്ച് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ഐശ്വര്യ അനിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഐശ്വര്യ, ഇപ്പോൾ യാത്രക്കാർ ലോഞ്ചിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആരോഗ്യ നില പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനായി കൊടുത്തിട്ടുണ്ട്. ഇവർ പുറത്തേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ അല്പസമയം അവിടെ നിന്നിരുന്നു. എന്താണ് ഇനിയിപ്പോൾ അവരുടെ തീരുമാനം എന്നുള്ളതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഏതെങ്കിലും യാത്രക്കാരോ ക്രൂ മെമ്പേഴ്സോ ഒക്കെ പുറത്തേക്ക് വരാനും നമുക്ക് പ്രതികരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ടോ ഐശ്വര്യ? ഐശ്വര്യയിലേക്ക് തിരികെ എത്താം. എന്തായാലും ആശങ്കയുടെ നിമിഷങ്ങൾ കടന്നിരിക്കുന്നു. ആശങ്കയുടെ മുൾമുനയിലായിരുന്നു നമ്മളെല്ലാവരും. ടേക്ക് ഓഫിനിടെയാണ് ഇത്തരത്തിൽ പിൻഭാഗം ഉരഞ്ഞ് കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് പുറപ്പെട്ട വിമാനത്തിന് തകരാറ് സംഭവിച്ചത്. അധികമായി ഉണ്ടായിരുന്ന ഇന്ധനം അത് അറബിക്കടലിൽ വട്ടമിട്ട് പറന്ന് ഒഴുക്കിക്കളഞ്ഞതിനു ശേഷം തിരുവനന്തപുരത്ത് സേഫ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. 182 യാത്രക്കാരുമായി പറന്ന വിമാനമാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ പെട്ടത്. 176 യാത്രക്കാരും അതിൽ ബാക്കി 6 ക്രൂ മെമ്പേഴ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കൃത്യമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് ആ ഒരു ഇന്ധനം ഒഴുക്കിക്കളഞ്ഞതിനു ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സേഫായിട്ട് ലാൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലും അത്തരത്തിൽ സേഫ് ലാൻഡിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും നിമിഷങ്ങൾക്കകം തന്നെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുകയാണ്. ദല്ലാളിനൊപ്പം സഖാവ്. സിപിഎമ്മിന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ LDF കൺവീനർ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ. ജാഥ ഉദ്ഘാടനത്തിന് തൊട്ടടുത്ത ദിവസമാണ് കൊച്ചിയിൽ നന്ദകുമാറിന്റെ വീട്ടിൽ ജയരാജൻ എത്തിയത്.
രോഗബാധിതനായ പ്രവർത്തകനെ കാണാനാണ് കൊച്ചിയിലെത്തിയതെന്ന് വിശദീകരിച്ച ജയരാജൻ പക്ഷേ ജാഥയിൽ വിട്ടുനിന്നതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. താൻ ക്ഷണിച്ചിട്ടല്ല ജയരാജൻ വന്നതെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ പ്രതികരണം. CPM സംസ്ഥാന നേതൃത്വവുമായി EP ജയരാജൻ അകന്നു നിൽക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് നയിക്കുന്ന പ്രതിരോധ യാത്രയിൽ പങ്കെടുക്കുന്നില്ല എന്ന ആരോപണങ്ങൾക്കിടെയാണ് EP ജയരാജൻ വിവാദ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തത്. കൊച്ചി വെണ്ണലയിൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിലും ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്നദാനത്തിലും പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രി KV തോമസും ഒപ്പമുണ്ടായിരുന്നു. താൻ ക്ഷണിച്ചിട്ടല്ല EP ജയരാജൻ ക്ഷേത്രത്തിൽ എത്തിയതെന്നും രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദങ്ങൾ തനിക്കുണ്ടെന്നുമായിരുന്നു നന്ദകുമാറിന്റെ പ്രതികരണം. ഇതിനെക്കുറിച്ച് ഞാൻ ക്ഷണിച്ചിട്ടോ മറ്റുമല്ല വന്നത്. MB മുരളീധരൻ എന്ന് പറഞ്ഞ പഴയകാല കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പം CPMന്റെ ഭാഗമായ കഴിഞ്ഞ ബൈ ഇലക്ഷന് അദ്ദേഹം ക്ഷണിച്ചിട്ട് അന്ന് അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോൾ 1 വർഷം കഴിച്ചു. അപ്പം എൻ്റെ മദറിനെ കണ്ടു. 18th ബർത്ത്ഡേ അത് ആഘോഷിച്ച് ആ ആഘോഷത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറഞ്ഞ മദറിനെ കണ്ടപ്പോൾ ഇതാണ് മദറെന്ന് പരിചയപ്പെട്ടു. മദറിനെ ബഹുമാനിച്ചു, ഒരു ഷാളിട്ട്, അത്രയേ ഉള്ളൂ. EP ജയരാജനെ താനാണ് ക്ഷണിച്ചതെന്ന് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ CPM അനുഭാവിയുമായ MB മുരളീധരൻ പറഞ്ഞു. CPM മാത്രമല്ല മറ്റു പല നേതാക്കന്മാരെ നമ്മൾ വിളിച്ചു, നമ്മൾ മേയറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ മാതിരി വരാമെന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു അസൗകര്യം കൊണ്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ EP ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ CPM വിളിച്ചു. അപ്പോൾ EP എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു തോമസ് മാഷ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി ഞാൻ വരാം, ഞാനിവിടെ അടുത്തുണ്ട്, കളമശ്ശേരിയിലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളതിനാലാണ് ജാഥയിൽ പങ്കെടുക്കാത്തതെന്നായിരുന്നു നേരത്തെ EP-യുടെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. രോഗബാധിതനായ പാർട്ടി പ്രവർത്തകനെ കാണാനാണ് കൊച്ചിയിലെത്തിയതെന്ന് EP ജയരാജൻ മാധ്യമങ്ങളോട്. കൊച്ചിയിലെത്തിയ സമയത്ത് ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിനാണ് പോയത്. അവിടെ വെച്ച് ഒരു അമ്മയെ ആദരിക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെടുകയായിരുന്നു. അത് നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. ഹോസ്പിറ്റൽ ഡോക്ടറുമായി കൊണ്ട് സംസാരിച്ച് ഇവർക്ക് വന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് നല്ല കാര്യത്തിന് അവർ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മാനേജറെ ഞാൻ കണ്ടു. അവരോടും കാരണം ഈ വലിയ സാമ്പത്തിക ചെലവ് വരുന്നത് കൊണ്ട് ആ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് 3 മണീൻ്റെ ട്രെയിനിൽ ഞാൻ തിരിച്ച് കണ്ണൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞാൻ തിരിച്ച് ഒരു കാറിൽ അവിടെയുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച വീട്ടിൽ അവിടെ ആ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്നെ നമ്മുടെ മുരളി MB മുരളി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പിന്നെ എറണാകുളം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അയാൾ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞാനായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നു. ഇപ്പോൾ സജീവമായി ഞങ്ങളുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, പല കാര്യങ്ങളുമായിട്ടൊക്കെ വിളിക്കും, രാഷ്ട്രീയ കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വിളിക്കാറുണ്ട്. ഞാൻ ഈ കാറിൽ വന്നുകൊണ്ടിരിക്കും അദ്ദേഹം വിളിച്ചു. അപ്പോൾ വിളിച്ചു അയാൾ എന്നോട് ചോദിച്ചു നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൊച്ചി തന്നെയാണ് ഉള്ളത്, ഞാൻ കൊച്ചിയിൽ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വന്നതാണ്, ഇങ്ങനെ കാണാൻ വേണ്ടി ഞാനിവരെ തിരിച്ച് 3 മണിൻ്റെ ട്രെയിനിൽ പോകും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഭാരവാഹിയിൽ എൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, കുറേ കാലമായി, അത് വൈറ്റിലെയാണ്, വെണ്ണല. അപ്പോൾ നിങ്ങൾ സൗകര്യപ്പെടുമെന്ന് അവിടെ വന്നാൽ നല്ലതാണ്, എല്ലാവരും വരുന്നതാണ്, എല്ലാവർക്കും ഊട്ടുകൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്, നിങ്ങളൊന്ന് അവിടെ വരുന്നത് നല്ലതായിരിക്കും, സമയമുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാനും ആലോചിച്ചു എനിക്ക് സമയമുണ്ട്, 3 മണിയിൽ ട്രെയിനിനെ വരണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞു ശരി, ഞാൻ പറഞ്ഞവർ അങ്ങോട്ട് വരാം. ഈ വരുന്ന വഴി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോയി. ക്ഷേത്രത്തിൽ അവിടെ വലിയ ആൾക്കൂട്ടും ജനങ്ങളൊന്നുമില്ല. ഞാനവിടെ പോകുമ്പോൾ മുരളി അവിടെയുണ്ട്. ഭൂമിയിൽ ഈ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താൻ, അതോടൊപ്പം എന്നെ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രചരണം അടിച്ചിട്ടിരിക്കും. അവരിപ്പോൾ മാത്രമല്ല കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്ത അവർ പ്രചരിപ്പിക്കാനുള്ള, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആളുകളെയും എനിക്കറിയാം, അവർക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ എനിക്ക് ഏതാണ്ടൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ, യാഥാർത്ഥ്യം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് അന്ന് 21 തോന്നുന്നല്ലേ അവിടെ പോയത്? ഏതാണ് ഡേറ്റ് എന്ന് പോലും അവർക്ക്. 19-ാം തീയതി ഞാനുള്ളത് ഏഷ്യാനെറ്റ് മാധവൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ
വിവാഹ സൽക്കാരമാണ് കോഴിക്കോട്. അദ്ദേഹം വളരെ കാലമായി ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധവും പരിചയമുള്ള എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ്. അദ്ദേഹം കത്തയച്ചു, ഫോണിൽ വിളിച്ചു, നിരവധി തവണ തന്നെ ഫോണിൽ വിളിച്ച് എന്നോട് അദ്ദേഹം ആ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത ആളുകൾ എന്നുള്ള നിലയിൽ ഞാൻ ഇവിടുന്ന് ഉച്ചക്ക് 11 മണിക്കോ 12 മണിക്കോ 19-ാം തീയതി ഇവിടുന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കോഴിക്കോട് പോയി. അവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു, മറ്റു മാധ്യമങ്ങളും. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. 20-ാം തീയതി ഞാനിവിടെ ഉണ്ട്. 20-ാം തീയതി ഞാൻ ഇവിടുത്തെ ചില മരിച്ച വീടുകൾ അതുള്ള പോയിട്ടുണ്ട്. 21-ാം തീയതി ഞാൻ പയ്യന്നൂരിൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രധാന സഖാവ്, ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിചയമുണ്ടാകും, ശ്രീജിത്ത്. കരൾ സംബന്ധമായ രോഗം കാരണം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഈ എറണാകുളത്ത് കൊച്ചിയിലെ ആസ് മിംസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ് ലിവർ കൊടുക്കുന്നത്. അപ്പോൾ അമ്മയും ഭാര്യയും കുട്ടികളൊക്കെ കുറേ നാളുകളായി ഏതാണ്ട് അവിടെ ഒരു വീടൊക്കെ എടുത്ത് ചികിത്സയിലാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമൊക്കെയാണ്. അതെനിക്ക് അവർക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരെ കാണണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 21-ാം തീയതി ഇവിടെ നിന്ന് പിന്നെ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിൽ അവിടെ എത്തി. അവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്ന് ഒരു 11:30 മണിക്ക് ഞാൻ നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയി അവരെല്ലാം കണ്ട് അവരെ വീട്ടിൽ പോയി അവരെ കണ്ട് അവിടെ നിന്ന് അവർ ഡോക്ടറോടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീജിത്ത് പറഞ്ഞതനുസരിച്ച് തന്നെ ഞാനും ശ്രീജിത്തായിട്ടൊരു അമ്മയുണ്ട്. ആ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ പ്രായമുള്ളവർക്കൊക്കെ ആദരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അമ്മയൊന്ന് ആദരിക്കണം. എനക്കെന്ത് വിരോധം? ഞാൻ പറഞ്ഞു നിങ്ങൾ അമ്മയെ കൂട്ടിയിട്ട് വരും. ഇവർ തന്നെ എനിക്കൊരു ഷാൾ കൊണ്ടു തന്നു. ഇവരൊന്ന് ഷാൾ അണിയിക്കാൻ പറഞ്ഞു. ഞാൻ ഷാൾ അണിയിക്കുന്നു. തോമസ് മാഷുണ്ട്, മുരളിയുണ്ട്, പിന്നെ അതിൻ്റെ ക്ഷേത്രത്തിലേതൊരു ഭാരവാഹിയുണ്ട്, അവരുണ്ട്. അവിടെയാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം അവിടെയുണ്ട്. ഇത് അണിയിച്ചു. ഞാനതിട്ട് അവിടെ ഇരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചാൽ എത്ര വയസ്സൊക്കെ ആയി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന്. ഇവിടെ വന്നാളെല്ലാം ഭക്ഷണം കഴിച്ചിട്ടേ പോകും. അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഞങ്ങളിതിൽ ആ ചടങ്ങ് തെറ്റിക്കുന്നു. ഞങ്ങൾ നേരെ തൊട്ട് തന്നെ, ഇതൊന്നും ക്ഷേത്രത്തിനകത്തല്ല, ഇത് വേറെ ഏതെങ്കിലും ഹാളല്ല. അവിടെ ഒരു 5-8 പേരുണ്ട്. ഒരു 2 പോലീസുകാരുണ്ട്, പിന്നെ ഏതോ ഒരു പത്രക്കാരൻ, ഏതോ ഒരു പിന്നെ ഫോട്ടോഗ്രാഫറുണ്ട്, മൊബൈൽ, ഒരു ആകെ വന്ന ഒരു 10 പേര് 10-11 പേരാണ് അവിടെ ആകെയുള്ളത്. ഞങ്ങളവിടെ വന്ന് ഞാനും മാഷും മുരളി ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ശരി ഞാൻ പോട്ടെ, ഞാനിങ്ങോട്ട് വന്നു. ഞാൻ ഈ ഷാളിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നന്ദകുമാരനെ പിന്നെ അത് 1 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു പരിപാടി, അദ്ദേഹത്തിൻ്റെ അമ്മയെ ആദരിക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ മുരളി തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ നടന്നിട്ടതാണ്. ഇതല്ലേ എനിക്കെന്ത് ബന്ധം? ഞാൻ ഈ ക്ഷേത്രത്തിൽ ഈ മുരളി ക്ഷണിച്ചതുകൊണ്ട് അവിടെ പോയി ഇത്രയും സംഭവം ഉണ്ടായി. അത് ആ വാർത്ത എടുത്തിട്ടാണ് മാതൃഭൂമി ബോധപൂർവം തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. പാർട്ടിയെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാൻ കഴിയും ആ തരത്തിൽ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ അങ്ങേറ്റം അപലന്യമാണ്. വ്യക്തിഹത്യ നടത്തി എൻ്റെ രക്തത്തിന് വേണ്ടി മാതൃഭൂമി ദാഹിക്കുന്നുണ്ടാവും. അവർ നല്ലോണം കുടിക്കട്ടെ. പക്ഷേ മനുഷ്യത്വരഹിതമായ നിലപാടാണത്. അത് ഈ രാജ്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും. ഞാൻ പല സ്ഥലത്തും പല പാർട്ടിക്കാരും പല ആളുമുണ്ട്, മരിച്ചെടുക്കാൻ പോകാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പരിപാടി. ഇന്ന് ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര ഉദ്ഘാടനം അവരെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ പോകുന്നുണ്ട്. ഇതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് തന്നെ കൊടുക്കായിരുന്നില്ല. അതിൻ്റെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് അവർ കൊടുത്തില്ല. പിന്നെ ഇതൊരു കുബുദ്ധികളും പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് മാതൃഭൂമിയിലുള്ള ചിലരെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കോക്കസ് വർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത് രൂപപ്പെടുത്തിയെടുത്തതാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഈ യാഥാർത്ഥ്യ സത്യസന്ധത നിങ്ങൾ ജനങ്ങളോട് പറയണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന ആളാണ് അദ്ദേഹം. മാത്രമല്ല ഒരുപാട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് MP മുരളി. അദ്ദേഹം എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക്, അദ്ദേഹം ഭാരവാഹി ഒരു ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച് ഞാനവിടെ പോയതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് വേറൊരാളുമായി ലിങ്ക് ചെയ്ത് ഇങ്ങനൊരു വാർത്ത കൊടുത്തത് എന്തുകൊണ്ടാണ്? ദുരുദ്ദേശപരമാണ്. അപ്പോൾ ഈ നടപടി നിങ്ങൾ
മാന്യമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇതിനെ ഒരു തരത്തിലും അനുകൂലിക്കരുത്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കാനുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് ഒറ്റ കാര്യം, ഇപ്പൊ നന്ദകുമാർ പറഞ്ഞതും താങ്കളെ ക്ഷണിച്ചിട്ടൊന്നുമില്ല. ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല. എന്നെ ഞാൻ കാറിൽ വരുന്ന അവസരത്തിൽ ആശുപത്രിയിൽ നിന്ന് കാറിൽ വരുമ്പോൾ ഈ മുരളിയെ വിളിക്കുകയാണ്. മുരളി ഇപ്പം ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമുള്ള ഒരാളാണ്. എന്നെ വിശ്വാസത്തിലെടുത്തിട്ടും ഞങ്ങളുടെ എറണാകുളത്തെ പാർട്ടി വിശ്വാസത്തിലെടുത്തിട്ടും ഒക്കെ കോൺഗ്രസ് വിട്ട് അയാൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതായത് പി ടി തോമസിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. പി ടി തോമസിൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രമുഖനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഞാനുമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ മാറ്റത്തിൽ ഒരുപക്ഷെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായേക്കാം. അങ്ങനെയുള്ള ഒരാൾ എന്നെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയും. ഞാൻ പോകുന്നു. അവിടെ ആര് പോകുന്നുണ്ടെന്നൊന്നും എൻ്റെ അധ്യായമല്ല. അവിടെ ആരെല്ലാം ക്ഷണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ പോകുന്നത് ഇദ്ദേഹം ക്ഷണിച്ചിട്ടാണ്. പോയപ്പോൾ അവിടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അമ്മയ്ക്ക് ഇവിടെ ഞങ്ങൾ ഈ സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രായമുള്ളവരൊക്കെ ആദരിക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് അവരവിടെ ഇല്ലായിരുന്നു, അവർ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവിടുന്ന് ക്ഷേത്രത്തിലോട്ട് അവർ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവരെ കൂട്ടി എൻ്റെ മുമ്പിലേക്ക് വന്നു, ഈ ഷാളൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അവർ തന്നെ ഷാൾ ഇടുന്നു, ഞാൻ ഷാളിടുന്നു. ഇത്രയും സംഭവം നടന്നതിനെ ലിങ്ക് ചെയ്തൊരു വാർത്തയുണ്ടാക്കി നടത്തുന്നത് പത്രധർമ്മമാണ്. വസ്തു മനസ്സിലാക്കേണ്ട. അവിടെയുള്ള പത്രക്കാരുണ്ടായിരുന്നല്ലോ, ഏഷ്യാനെറ്റിൻ്റെ ആളുണ്ടായിരുന്നല്ലോ അവിടെ. അവരിത്തരം തെറ്റായ വാർത്ത കൊടുത്തില്ലല്ലോ. ഇ.പി. ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. LDF കൺവീനർക്ക് ജാഥയുടെ ഏത് സ്വീകരണ വേദിയിലും പങ്കെടുക്കാം. ഇക്കാര്യത്തിൽ മറ്റുള്ളവർക്ക് ആശങ്ക വേണ്ടെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ദല്ലാൽ നന്ദകുമാറില്ലേ, നേരത്തെ വിവാദമായ അദ്ദേഹത്തിന്റെ അമ്മയെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തായിട്ടുള്ള നിങ്ങൾ കണ്ടുപിടിക്കുന്ന LDF കൺവീനർ ജാഥയുടെ ഈ സമയത്തും 18-ാം തീയതി വരെയും അല്ലെങ്കിൽ 18-ാം തീയതിയും ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുള്ളതാണ് LDF കൺവീനർ. അതുകൊണ്ട് നിങ്ങളതിൽ വിഷമിക്കണ്ട. ജാഥാകളല്ലേ ജാഥയിലുള്ളൂ. സ്വീകരണ പരിപാടിയിലാണല്ലോ പങ്കെടുക്കേണ്ടത്. അതിന് ഉദ്ഘാടന പരിപാടി ഞാൻ തന്നെ ക്ഷണിക്കുകയാണ്. അപ്പൊ അന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പിന്നെ ഞാൻ പറയുകയാണ് ചെയ്തത്. എന്നോട് തന്നെ പറഞ്ഞു നേരിട്ട്. വിവാദങ്ങൾക്കിടെ M.V. ഗോവിന്ദൻ നയിക്കുന്ന പ്രതിരോധ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. തുടക്കം മുതൽ E.P. ജയരാജന്റെ അസാന്നിധ്യമാണ് ചർച്ചയാണ് ജാഥയെ വിവാദമാക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ജാഥ ബഹിഷ്കരിച്ച് E.P. കൊച്ചിയിലെത്തിയത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച സാഹചര്യത്തിൽ ജയരാജന്റെ തുടർ നീക്കവും ശ്രദ്ധേയമാവുകയാണ്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, വിശദാംശങ്ങൾ. ആര്യ, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രതിരോധ യാത്രയുടെ 1-ാം ദിവസമാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അടിവാരത്ത് വെച്ചായിരുന്നു ജാഥയ്ക്ക് സ്വീകരണം, കോഴിക്കോട് ജില്ലയിലേക്കുള്ള സ്വീകരണം ഉണ്ടായിരുന്നത്. രാവിലെ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട ജാഥയ്ക്ക് അടിവാരത്ത് നൽകിയ സ്വീകരണം P. മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരണം നൽകി. പിന്നീട് ജാഥയുടെ 1-ാമത്തെ കേന്ദ്രം മുക്കത്തായിരുന്നു. മുക്കത്ത് ജാഥയുടെ 1-ാമത്തെ സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ വിശ്രമ സമയമാണ്. ഇനി അല്പസമയത്തിന് ശേഷം ജാഥ ഇവിടെ നിന്ന് തുടരും. ഇനി കൊടുവള്ളിയിലാണ് ജാഥ സ്വീകരണ കേന്ദ്രം. അതിനിടയ്ക്ക് E.P. ജയരാജൻ ഇതുവരെയും അദ്ദേഹം ജാഥയിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ ജാഥയിൽ പങ്കെടുക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കൊടുവള്ളിയിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉള്ള പേരാമ്പ്രയിലോ എത്തിയേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ M.V. ഗോവിന്ദനോട് ഉയർന്നപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് E.P. ജയരാജന് മറ്റു പരിപാടികളുണ്ട്, അദ്ദേഹം ജാഥയിൽ സ്ഥിര അംഗമല്ലാത്തതുകൊണ്ടാണ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. അത് അദ്ദേഹം മറ്റു ജില്ലകളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, മറ്റുള്ള ജില്ലകളിൽ പങ്കെടുത്തേക്കാം എന്ന് തന്നെയായിരുന്നു M.V. ഗോവിന്ദന്റെ വിശദീകരണം. അതുകൊണ്ട് ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ, കണ്ണൂരിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ E.P. ജയരാജൻ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊരുപക്ഷെ ഇന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ കൊടുവള്ളിയിൽ അദ്ദേഹം ദലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത ഒരു സാഹചര്യം, ആ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യം ഒന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആകാമോ ഇനിയിപ്പോൾ ജാഥയുടെ ഭാഗമാകാമെന്ന് കരുതി E.P. എത്തുന്നത്? അത്തരത്തിലാണോ കരുതേണ്ടത്?
ആര്യ, ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന ഈ വിവാദം മാത്രമാവില്ല. ഈ ജാഥയുടെ തുടക്കം മുതൽ അതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇ.പി. ജയരാജൻ ഇല്ല. അതിനുശേഷമുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ എവിടെയും അദ്ദേഹം എത്തിയില്ല. സ്വന്തം ജില്ലയായ കണ്ണൂരിലും അദ്ദേഹം എവിടെയും ഉണ്ടായിരുന്നില്ല. അത് പൊതുവെ തന്നെ ഇ.പി. ജയരാജന് എം.വി. ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള അതൃപ്തിയാണ് എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള വാർത്തകളും അതിനുശേഷം അത്തരത്തിലുള്ള ചർച്ചകളും വളരെ വ്യാപകമാണ്. അതുകൊണ്ട് ഈ ചർച്ചകൾക്കൊരു അവസാനമിടുക എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇ.പി. ജയരാജൻ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്നുള്ള വ്യക്തതയില്ല. എം.വി. ഗോവിന്ദനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഒരുപക്ഷെ കോഴിക്കോട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് അദ്ദേഹം കൊടുവള്ളിയിലെത്തും എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പാർട്ടി നേതൃത്വത്തിലെയോ ഇ.പി. ജയരാജന്റെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം എത്തുകയും അതോടുകൂടി ഈ വിവാദങ്ങൾക്ക് അവസാനമിടുകയും തന്നെയായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം. തീർച്ചയായും. അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. കൊച്ചി കളമശ്ശേരിയിൽ നിരാലംബരായ സ്ത്രീകളുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്ന നടപടികൾ നിർത്തിവെച്ച് ബാങ്ക്. ന്യൂസ് 18 റിപ്പോർട്ടിനെ തുടർന്നാണ് വടുതല പീപ്പിൾസ് അർബൻ കോർപ്പറേറ്റ് ബാങ്ക് തീരുമാനം. കുടുംബത്തിന്റെ ദൈന്യത ന്യൂസ് 18ലൂടെ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് സഹായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ഇംപാക്ട്. പീപ്പിൾസ് അർബൻ സഹകരണ ബാങ്കിന്റെ വടുതല ശാഖയിൽ നിന്നും 2018 4.5 ലക്ഷം രൂപയാണ് ലൈല വായ്പ എടുത്തത്. 2 പെൺമക്കളുടെ വിവാഹം, ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗം, കോവിഡ് പ്രതിസന്ധി, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കടന്നുപോയത്. കൂലിപ്പണിയെടുത്ത് ലഭിക്കുന്ന പണത്തിൽ നിന്നും 1.5 ലക്ഷം രൂപ അടച്ചിട്ടും കടം ബാക്കി. ഒടുവിൽ ഇന്ന് രാവിലെ 11 മണിക്ക് 2 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുമെന്ന് നോട്ടീസ്. ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് നിറകണ്ണുകളോടെ ലൈല ന്യൂസ് 18നോട്. എങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു നിസ്സാവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 11 മണിക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിൽ മനം കൊണ്ട് ഇപ്പൊ തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ. വിഷയത്തിൽ ഇടപെടുമെന്ന് മന്ത്രി പി രാജീവിന്റെ ഓഫീസും ടി.ജെ. വിനോദ് എം.എൽ.എയും അറിയിച്ചു. പിന്നാലെ ജപ്തി നടപടികൾ നിർത്തിവെച്ചതായി ബാങ്ക് ലൈലയെ അറിയിച്ചു. വാർഡ് കൗൺസിലറും പൊതുപ്രവർത്തകരും ചേർന്ന് നടത്തിയ പരിശ്രമങ്ങൾക്കും ഫലമുണ്ടായി. നാട്ടുകാരുടെ സഹായത്താൽ വായ്പ പൂർണ്ണമായി അടച്ചു തീർക്കാനാവുമെന്നാണ് പ്രതീക്ഷ. അപ്രതീക്ഷിത സഹായങ്ങളിൽ എല്ലാവരോടും നന്ദിയുണ്ടെന്ന് ലൈലയും ഉമ്മയും. കൊണ്ടിട്ട് ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല, കൊറോണ ഇതൊക്കെ വന്നിട്ട്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ അതിൽ ഏറ്റവും വലിയ നന്ദി പിന്നെ എം.എൽ.എമാർക്കും മന്ത്രിമാർക്കും അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ മൈമുനത്തിനും ഇവിടെ ന്യൂസ് ചാനലിൽ വന്നേക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഉമ്മയുടെ പേരിൽ നന്ദിയും കടപ്പാടും എന്നും ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. ഒരു സ്വകാര്യ ഓഫീസിൽ തൂപ്പുജോലി നോക്കി വന്ന ലൈലയുടെ ജോലി അടുത്തിടെ നഷ്ടമായിരുന്നു. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. ആശ്രയത്തിനാരുമില്ലാത്ത ബന്ധുവായ മറ്റൊരു സ്ത്രീയും ഇവരോടൊപ്പമാണ് താമസിക്കുന്നത്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് 90 വയസ്സുകാരിയായ ഈ ഉമ്മയ്ക്കും മകൾക്കും ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരില്ല. എന്നാൽ പ്രതിസന്ധി കാലത്തും ആളുകൾക്ക്, നിരാലംബർക്ക് നോട്ടീസുകൾ അയക്കുന്ന ബാങ്കുകളുടെ നടപടിയാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. കൊച്ചി കളമശ്ശേരിയിൽ നിന്നും എം.എസ്. അനീഷ് കുമാർ, ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹർ കൈക്കലാക്കുന്നത് കണ്ടെത്താൻ വിജിലൻസ് പരിശോധന തുടരും. തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി അറിയാൻ കൂടുതൽ പരിശോധന വേണമെന്നാണ് വിജിലൻസ് വിശദീകരിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ മന്ത്രി വിളിച്ച യോഗം കൊല്ലത്ത് ചേരും. 7 വർഷത്തിനിടെ 1400 കോടി രൂപ സാമ്പത്തിക സഹായം നൽകിയ ദുരിതാശ്വാസ നിധിയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ക്രമക്കേട് നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ. ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാൻ ബോധപൂർവമായ നീക്കമാണെന്ന വിലയിരുത്തലിൽ കർശന നടപടിക്കാണ് സർക്കാർ നിർദ്ദേശം. തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കാൻ പരിശോധനകൾ തുടരാനാണ് തീരുമാനം. 2 വർഷത്തിനിടെ ദുരിതാശ്വാസ സഹായം ആവശ്യപ്പെട്ട് വ്യക്തികൾ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. തട്ടിപ്പിന്റെ സംഘടിത സ്വഭാവം സമഗ്ര പരിശോധനയിലൂടെ മാത്രമേ പുറത്തുവരൂ. ജില്ലകളിലെ വില്ലേജ് ഓഫീസുകളിലും ഗുണഭോക്താക്കളുടെ വീടുകളിലും പരിശോധന നടത്തും. തുടർന്ന് സമഗ്രമായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. കാലതാമസം കൂടാതെ റിപ്പോർട്ട് കൈമാറാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിജിലൻസിന് നൽകിയ നിർദ്ദേശം. പരിശോധന പൂർത്തിയായ ശേഷമാകും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുക. റിപ്പോർട്ട് ലഭിച്ചാൽ തട്ടിപ്പിന്റെ വഴികൾ തിരിച്ചറിഞ്ഞ് ആ പഴുതുകൾ അടച്ച് സഹായ വിതരണ രീതി പരിഷ്കരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്.
ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ലഭിക്കാൻ 2 ലക്ഷം വാർഷിക വരുമാനമാണ് പ്രധാന മാനദണ്ഡം. ഇതിൽ ക്രമക്കേട് നടത്താൻ വില്ലേജ് ഓഫീസുകളിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. തട്ടിപ്പിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ റവന്യൂ വിജിലൻസ് ശക്തമാക്കാൻ റവന്യൂ വകുപ്പും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ദുരിതാശ്വാസ ഫണ്ട് അനർഹർക്ക് നൽകി തുടങ്ങിയത് മുഖ്യമന്ത്രി നേരിട്ടെന്ന് വി മുരളീധരൻ. ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും രാമചന്ദ്രൻ മാസ്റ്ററുടെ കുടുംബത്തിനും ഫണ്ട് നൽകിയത് ഉദാഹരണം. വിജിലൻസ് അന്വേഷണം എങ്ങുമെത്തില്ല. വിജിലൻസ് കൂട്ടിലടച്ച തത്തയെന്നും വി മുരളീധരൻ പറഞ്ഞു. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ തരത്തിൽ അനർഹരായിട്ടുള്ളവരോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദുരിതത്തിനിരയായവർക്ക് വേണ്ടി നൽകേണ്ടത് അതല്ലാത്തവർക്കോ നൽകാൻ തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി നേരിട്ടാണ്. ഉഴവൂർ വിജയനെയും കെ രാമേന്ദ്രൻ മാഷയും പോലെയുള്ള ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം നൽകാൻ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആകാമെങ്കിൽ ബാക്കിയുള്ളവർക്കും ആകാമെന്ന് MLA-മാരും ധരിച്ചു കാണും. അപ്പോൾ MLA-മാര് പലർക്കും വേണ്ടിയിട്ട് ശുപാർശ കത്ത് കൊടുത്തു. MLA-മാരുടെ ശുപാർശ അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ചെലവഴിക്കുന്നു. ഇതിന്റെ പേരിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസ് കൂട്ടിലടച്ച തത്തയാണ്. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഒരു കാര്യവും പുറത്തു വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിശ്വനാഥൻ ആൾക്കൂട്ട വിചാരണ നടന്ന രാത്രി പോലീസിനെ വിളിച്ചെന്ന് അന്വേഷണ സംഘം. 3 തവണയാണ് വിശ്വനാഥൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത്. എന്നാൽ പോലീസുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. കോൾ കണക്ട് ആവുന്നതിന് മുമ്പ് 3 തവണയും കട്ടായെന്ന് അന്വേഷണ സംഘം പറയുന്നു. രാത്രി 12നും 12:15നും ഇടയിലായിരുന്നു ഫോൺ കോളുകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൃദ്ധമാതാവിന് മകന്റെ അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നെയ്യാറ്റിൻകര മാമ്പഴക്കര സ്വദേശി ശാന്തയെയാണ് മകൻ രാജേഷ് ക്രൂരമായി മർദ്ദിച്ചത്. നിന്റെ അടുത്ത് ഇന്നാളൊക്കെ പോലീസ് ഒന്ന് പറഞ്ഞല്ലേ ഒന്നും ചെയ്യരുതെന്ന്. പിന്നെ ചേച്ചി കൊണ്ടുപോയിട്ടില്ലേ? എന്റെ അമ്മയിലല്ല കൊണ്ടുപോകാൻ, നിന്റെ അമ്മയില്ലേ? നീ എന്തിനെ കുടിച്ചിട്ട് അവരടിച്ചേ? നീ കുടിച്ചുകൊണ്ടല്ലേ ഇരിക്കണേ? നിന്റെ വോയിസ് കേൾക്കുമ്പോ അറിയല്ലോ. ഇറങ്ങാൻ പറഞ്ഞ എല്ലാ സാധനവും അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം വെള്ളക്കൂര ഒഴിച്ച് എല്ലാ സാധനവും ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളതല്ല. മൂത്ത നിന്നെ വെട്ടിക്കളഞ്ഞ ജീവിതത്തിൽ ഒഴിക്കൂല. കട്ടിലാണ് നീ കട്ടില് കഴിച്ചു കൊടുത്തു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? മകനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, മനസാക്ഷിയെ നടുക്കുന്ന കാഴ്ചകളാണ്. കണ്ടിരിക്കാൻ ഏറെ പ്രയാസമുണ്ട് ഈ ദൃശ്യങ്ങൾ. അതിക്രൂരമായ മർദ്ദനമാണ് ആ വൃദ്ധ മാതാവിന് സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നത്. ആ ഒരു ദൃശ്യം പരിശോധിക്കുമ്പോൾ അതിൽ ഒരു സ്ത്രീ പറയുന്നത് കേൾക്കാം, ഇതിനു മുമ്പ് പോലീസ് എത്തി വാർണിംഗ് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോലീസിന്റെ അടുക്കൽ പോലും എത്തിയിട്ടും കൃത്യമായ നടപടികൾ ഈ രാജേഷിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലേ? നമ്മുടെ മനസ്സിലാക്കി ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം മാമ്പഴക്കര സ്വദേശിയായ ശാന്ത എന്ന 60-കാരിയാണ് സ്വന്തം മകൻ, ഏക മകൻ രാജേഷ് ഈ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചപ്പോഴാണ് നമുക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഈ വീട്ടിൽ അരങ്ങേറിയിരുന്നു. കാരണം സ്ഥിരം മദ്യപാനിയാണ്. വെൽഡിംഗ് തൊഴിലാളിയായ രാജേഷ് സ്ഥിരം മദ്യപിച്ചു വന്ന് ഈ അമ്മയെ മർദ്ദിക്കുന്നത് പതിവാണ്. കാരണം അമ്മയ്ക്ക് അരയ്ക്ക് താഴെ സ്വാധീന കുറവ് അല്പമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മലമൂത്ര വിസർജനം ഉൾപ്പെടെ വീട്ടിൽ ആണ് പതിവായിട്ട് ചെയ്യുന്നത്. ഇതിലുള്ള വൈരാഗ്യമാണ് ഈ മകൻ മർദ്ദിക്കുന്നതിന് കാരണമെന്ന് പറയുന്നു. സമീപവാസികൾ പലതവണ ഇയാളെ ശകാരിച്ചിട്ടുണ്ടെങ്കിലും മദ്യലഹരിയിലായിരുന്നിട്ട് ഈ പറയുന്ന രാജേഷ് പലരെയും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവരെ പലരും അവരെ കൈയേക്കാറില്ല ഒരു അവസ്ഥയുണ്ടായിരുന്നു. പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിരുന്നു. പോലീസ് വന്ന താക്കീത് നൽകിയിരുന്നു. പോലീസ് പറയുന്ന ഭാഷ്യം
തന്നെ ഇവരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ഇവരെ മറ്റൊരു അഭയകേന്ദ്രത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് അങ്ങ് വിട്ടുപോകുന്നതെന്നുള്ളതാണ് പോലീസ് നൽകുന്ന മൊഴി. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, ഈ വൃദ്ധമാതാവിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ആശുപത്രിയിലേക്ക് വല്ലതും മാറ്റിയിട്ടുണ്ടോ? ഇനിയെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ മറ്റോ മാറ്റാനുള്ള എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അരുൺ? ഈ സംഭവം പുറംലോകം അറിഞ്ഞതോടുകൂടി ഈ പറയുന്ന പൊതുപ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന അത് ഇയാൾ രാജേഷ് അതിനൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നാണ് ഈ പറയുന്ന ആൾക്കാർ പറയുന്നത്. എന്തായാലും രാജേഷിനെതിരെ കേസെടുത്ത സ്ഥിതിക്ക് എന്തായാലും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മർദ്ദനമേറ്റ അമ്മയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്. ഇവർ സമീപത്തോട് ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോൾ ഇവർ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഇത്തരത്തിൽ വൃദ്ധ മാതാവിന് നേരെ സ്വന്തം മകന്റെ അതിക്രൂരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നീ എന്തിനെ കുടിച്ചിട്ട് അവരടിച്ചേ? നീ കുടിച്ചുകൊണ്ടല്ലേക്കണേ? നിന്റെ വോയിസ് കേൾക്കും പറയല്ലോ. ഇറങ്ങാൻ പറഞ്ഞ എല്ലാ സാധനവും അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം വെള്ളം കുറച്ച് എല്ലാ സാധനവും ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളതല്ല. മൂത്ത നിന്റെ വെട്ടികളെ ജീവിതത്തിൽ ഒഴിക്കൂല. കട്ടില് കാണിച്ചു കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണം? അരയ്ക്ക് താഴേക്ക് സ്വാധീനം കുറവുള്ള വൃദ്ധമാതാവിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കൂടി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ കയറാൻ ബോംബ് ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ അറസ്റ്റിൽ. പഞ്ചാബ് സ്വദേശി ജയ്സിംഗ് റത്തോഡിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. രാജധാനി എക്സ്പ്രസിൽ എറണാകുളത്ത് നിന്നും ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്ത ജയ്സിംഗ് റാത്തോഡ് എറണാകുളം സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ നിർത്തുന്നതിന് വേണ്ടി രാജധാനിയിൽ ബോംബുണ്ടെന്ന് റെയിൽവേ കൺട്രോൾ റൂമിലേക്ക് ഇയാൾ വിളിച്ചു പറഞ്ഞു. രാത്രി 12:45 ഷൊർണൂരിലെത്തിയ ട്രെയിനിൽ ബോംബ് സ്ക്വാഡ് പരിശോധന തുടങ്ങി. ട്രെയിനിൽ കയറിയ യാത്രക്കാരുടെ വിവരങ്ങൾ നൽകാൻ റെയിൽവേ പോലീസ് TTRനോട് ആവശ്യപ്പെട്ടു. ഈ പരിശോധനയിലാണ് ബോംബ് ഭീഷണി മുഴക്കിയ ആളെ കണ്ടെത്തുന്നത്. ചെക്കിങ് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം അന്വേഷിച്ച ഈ നമ്പർ, ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്യുന്നു. അപ്പോൾ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ആ ഫോൺ നമ്പർ ആരുടേതാണെന്ന് ട്രൂ കോളറിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു ജയ്സിംഗ് റാവത്തർ എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണ് ട്രൂ കോളറിൽ തെളിഞ്ഞത്. അടുത്തതായി നമ്മൾ TTRോട് ഈ നമ്പർ ഈ പേരിലുള്ള ആരെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. B10 63-ാം സീറ്റിൽ എറണാകുളത്ത് നിന്ന് ഡൽഹിക്ക് ബുക്ക് ചെയ്ത ഒരാൾ ജയ്സിംഗ് എന്നുള്ള പേരാണ് മനസ്സിലായത്. അതിനിവിടെ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ B10 കോച്ചിലേക്ക് ജയ്സിംഗ് റാവത്തർ വന്നു കയറി. ആളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ടിയാൻ തന്നെയാണ് ഇതിനെല്ലാ സൂത്രധാരനെന്നും അയാൾ തന്നെയാണ് ഫോൺ ചെയ്യുന്നത്. ആ ഫോൺ നമ്പറും ഫോണും അയാൾ നിന്ന് കണ്ടെടുക്കുന്നത്. ബോംബ് ഭീഷണി വിളിച്ചു പറഞ്ഞ ശേഷം ഇയാൾ അടുത്ത ട്രെയിനിൽ കയറി തൃശൂരിൽ ഇറങ്ങി. ഇവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ ഷൊർണൂരിൽ എത്തുകയായിരുന്നു. ആദ്യം തന്റെ അളിയനാണ് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നാണ് ഇയാൾ പറഞ്ഞത്. പോലീസ് ബാഗ് പരിശോധിച്ചപ്പോൾ രണ്ടാമത്തെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടെത്തി. മാർബിൾ വ്യാപാരിയായ ജയ്സിംഗ് ബിസിനസ് ആവശ്യത്തിനായാണ് എറണാകുളത്ത് വന്നത്. വ്യാജ ഭീഷണി സന്ദേശം മൂലം 3 മണിക്കൂറാണ് ട്രെയിൻ വൈകിയത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റെയിൽവേ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് സ്ത്രീ പീഡന കേസുകളും കൊലപാതകങ്ങളും കൂടുന്നുവെന്ന് കണക്കുകൾ. കഴിഞ്ഞ 6 വർഷത്തിൽ 2199 കൊലപാതകങ്ങളും 98,870 സ്ത്രീ പീഡനങ്ങളും നടന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഇതിൽ പോലീസുകാർ പ്രതികളായ 251 സ്ത്രീ പീഡന കേസുകളുമുണ്ട്. സംസ്ഥാനത്ത് ആകെ 29 ഗുണ്ടാ സംഘങ്ങൾ ഉള്ളതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 6.5 വർഷത്തിൽ 98,870 സ്ത്രീപീഡന കേസുകളാണ് സംസ്ഥാനത്തുണ്ടായത്. ഇതിൽ തന്നെ 251 കേസുകളിൽ പോലീസുകാരാണ് പ്രതികൾ. 2199 കൊലപാതകങ്ങളും ഈ കാലയളവിൽ സംസ്ഥാനത്ത് നടന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി കൊലപാതകങ്ങളും സ്ത്രീപീഡന കേസുകളും ഉയരുകയാണ്.
2021-ലും 22-ലും 355 കൊലപാതകങ്ങൾ വീതം സംസ്ഥാനത്ത് നടന്നു. 2021-ൽ 16,199 സ്ത്രീപീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2022 ആയതോടെ അത് 18,952 ഉയർന്നു. 22-ലെ സ്ത്രീപീഡന കേസുകളിൽ 58 പോലീസുകാരാണ് പ്രതികൾ. വിവിധ ജില്ലകളിലായി 29 ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഓപ്പറേഷൻ ആഗ് ആരംഭിച്ച് ജനുവരി 31 വരെ 2030 കേസുകളിലായി 2172 പേരെ അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ചോദ്യങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല. അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ധാരണ. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, പ്ലീനറി യോഗത്തിൽ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നു. പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല. എങ്ങനെയാണ് ഈയൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ആര്യ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല. പകരം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള തീരുമാനം തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിനർത്ഥം പ്ലീനറി സമ്മേളനത്തിൽ ഏതായാലും പുതിയ പ്രവർത്തക സമിതിയിൽ ആരെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകില്ല. കാരണം സ്റ്റിയറിംഗ് കമ്മിറ്റി ഇത്തരമൊരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി ആരാണ് പുതിയ പ്രവർത്തക സമിതിയിൽ ആരെല്ലാം ഇടം പിടിക്കും, അതിനുള്ള അംഗീകാരം അതിനുള്ള ചുമതല പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ഇനി ആരെല്ലാം പ്രവർത്തക സമിതിയിലേക്ക് വരുമെന്ന കാര്യം നിശ്ചയിക്കുക. സ്വാഭാവികമായും അക്കാര്യം അതുകൊണ്ട് തന്നെ ഇനി പ്രവർത്തക സമിതിയിൽ ആരൊക്കെ എത്തുമെന്ന കാര്യത്തിൽ തീരുമാനം വൈകും. കാരണം വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പിന്നീട് മാത്രമായിരിക്കും ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. സാധാരണഗതിയിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടപടി. കാരണം ഏറ്റവും ഒടുവിൽ പ്രവർത്തക സമിതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1996-ലാണ്. അതിനുശേഷം നടന്ന പ്ലീനറി സമ്മേളനത്തിലെല്ലാം തന്നെ ഈ വോട്ടെടുപ്പ് ഉണ്ടായിട്ടില്ല, തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. പകരം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന നടപടിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മല്ലികാർജ്ജുൻ ഖാർഗെ ആരായിരിക്കും പ്രവർത്തക സമിതിയിലെ പുതിയ അംഗങ്ങൾ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിരിക്കുക. അതേതായാലും ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ അടക്കം നീളാനും സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചില അംഗങ്ങളെങ്കിലും വോട്ടെടുപ്പ് വേണമെന്ന ശക്തമായ നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ചില നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു ഭിന്നത വേണ്ട നിലപാടിലേക്ക് ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പോകുകയായിരുന്നു. ഏതായാലും 2:30 നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ആര്യ. ശരി രാഗേഷ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പില്ല. അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ധാരണയായിരിക്കുന്നത്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. കുംഭഭരണിക്കൊരുങ്ങി ഓണാട്ടുകര. പതിമൂന്ന് കരകളുടെ ദൃശ്യവിസ്മയമായ കെട്ടുകാഴ്ചകൾ ചെട്ടികുളങ്ങര കുംഭഭരണി കാണാനെത്തുന്നവർക്ക് എന്നും അത്ഭുതമാണ്. ഭരണി ദിവസം വൈകുന്നേരം കാഴ്ചക്കണ്ടത്തിൽ നിരക്കുന്ന കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം കരകളിൽ പുരോഗമിക്കുകയാണ്. ചേവാടി കൂപ്പുന്നേൻ ചെട്ടികുളങ്ങരെ വാഴും ഭഗവതി പാഹി പാഹി. ഏഴു കുതിരകൾ, 5 തേരുകൾ, ഭീമൻ, ഹനുമാൻ, 13 കരക്കാർ ഭരണി ദിവസം ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാട് കെട്ടുകാഴ്ചകളാണ്. മനുഷ്യാധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന കലാരൂപങ്ങൾ. മേൽക്കൂടാരം കയറ്റാൻ കൂറ്റൻ മാവുകൾക്ക് പകരം ഇരുമ്പ് ടവറുകൾ വന്നു എന്നതൊഴിച്ചാൽ പതിറ്റാണ്ടുകളായി കെട്ടുവൃത്തിയോടെ ചെട്ടികുളങ്ങര നടയിൽ 13 കരക്കാരും കെട്ടുകാഴ്ചകൾ എത്തിക്കുന്നു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് എല്ലുംപാടങ്ങൾ അപ്രത്യക്ഷമായി. ഇപ്പം നമ്മൾ പുതിയ ഗ്രീസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ അത് തന്നെയാണ് അധ്വാനം കൂടുതലാണ് വരുന്നത്. വഴികൾ ചെറുതായി വരുന്നു. നമ്മുടെ ബാക്കിയുള്ള അധ്വാനങ്ങൾ അതുകൊണ്ട് കൂടുതലായിട്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ചട്ടം, അടിക്കുതിര, ഇടക്കൂടാരം, പ്രഭട, മേൽക്കൂടാരം എന്നിങ്ങനെ 5 ഭാഗങ്ങളാണ് കുതിരയ്ക്കുള്ളത്. ദാരുശില്പങ്ങളുടെ സമുച്ചയമാണ് പ്രഭട. ഓണാട്ടുകരയിലെ എള്ളുപാടങ്ങളിലൂടെ മനുഷ്യർ തന്നെ വടം കെട്ടിവലിച്ചാണ് കെട്ടുകാഴ്ചകൾ അമ്പലങ്ങളിലെത്തിക്കുക. ഇത്രയും ഉയരമുള്ള കെട്ടുകാഴ്ചകൾ കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാവില്ല. ഈരേഴുവടക്കിന്റെ കുതിരച്ചവിട്ടിൽ കെട്ടുകാഴ്ചയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അമ്പരചുംബികളായ ഈ കെട്ടുകാഴ്ചകൾ തന്നെയാണ് ഓണാട്ടുകരയിലെ ദൃശ്യവിസ്മയത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18 ആലപ്പുഴ.
ചെട്ടികുളങ്ങരയിൽ കുംഭഭരണി ചന്തയ്ക്ക് തുടക്കമായി 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഭരണിച്ചന്ത. ഒരു കാലത്ത് ഓണാട്ടുകരയുടെ പ്രധാന കാർഷിക വിപണിയായിരുന്നു ചെട്ടികുളങ്ങര. ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്താണ് ഭരണിച്ചന്തയുടെ പ്രവർത്തനം. കാർഷിക മേഖലയിലുണ്ടായ മാന്ദ്യം ഭരണിച്ചന്തയെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞകാല പ്രതാപത്തിന്റെ ഗരിമയിൽ ഇപ്പോഴും ഭരണിച്ചന്ത പ്രവർത്തിക്കുന്നു. ഓണാട്ടുകര പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കൾ ഇവിടെ ലഭ്യം. ചേനയും കാച്ചിലും കിഴങ്ങും തുടങ്ങി നടീൽ വസ്തുക്കൾ ഇവിടെയുണ്ട്. ഇതോടൊപ്പം പറയും ചങ്ങഴിയും കൊട്ടയും വട്ടിയും കത്തിയും തുടങ്ങി വീടുകളിലേക്ക് ആവശ്യമുള്ളവയെല്ലാം ഇവിടെയുണ്ട്. കുടുംബശ്രീയുടെ വിപണനമേളയും നഴ്സറിയും എല്ലാം ഭരണിച്ചന്തയുടെ ഭാഗമാണ്. കുംഭഭരണ ദിനത്തിൽ വീടുകളിൽ ഒരുക്കുന്ന കൊഞ്ചും മാങ്ങയും ഉൾപ്പെടെ ഇവിടെ ലഭ്യം. ചെട്ടികുളങ്ങര ഓണാട്ടുകര പ്രദേശത്തുള്ള കർഷകരുടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിപണന കേന്ദ്രമാണ് ചെട്ടികുളങ്ങര ഭരണിച്ചന്ത. ഈ ഭരണിച്ചന്തയിൽ നടുതല സാധനങ്ങളായ കാച്ചിൽ, ചേന, ചേമ്പ് ഇത്യാദി എല്ലാ സാധനങ്ങളും കൂടാതെ നമ്മുടെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉളക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാകും. രാജഭരണ കാലഘട്ടത്തിലേക്ക് നീളുന്നതാണ് ഭരണിച്ചന്തയുടെ ചരിത്രം. ഓണാട്ടുകരയുടെ ഭാഗമായ പ്രദേശങ്ങളിലെ കാർഷിക വസ്തുക്കൾ വിപണനം നടത്തിയിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. കാർഷിക വസ്തുക്കളും കൃഷി ഉപകരണങ്ങളും വാങ്ങാനും വിൽക്കാനുമായി കർഷകർ ഇവിടെ എത്തിയിരുന്നു. കാർത്തിക നാൾ വരെ ഭരണിച്ചന്ത ഉണ്ടാകും. ന്യൂസ് 18 കായംകുളം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കോവിഡിന് പിന്നാലെ ഏർപ്പെടുത്തിയ വിലക്കുകളെല്ലാം നീക്കിയ ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ് മാർച്ച് 7 നടക്കുക. മഹോത്സവത്തിന് കാപ്പുകെട്ടി തുടക്കം കുറിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇക്കുറി മുൻ വർഷങ്ങളെക്കാൾ ജനപങ്കാളിത്തമുണ്ടാകുമെന്നതിനാൽ കൂടുതൽ കരുതൽ നടപടികൾ ആവശ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുള്ള അനിശ്ചിത സംഭവങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നമുക്കെല്ലാം എടുക്കാൻ 800 വനിതാ പോലീസുകാരുൾപ്പെടെ 3300 പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിക്കും. വിവിധയിടങ്ങളിൽ CCTVകൾ സ്ഥാപിക്കും. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിശോധനകളും ബോധവൽക്കരണവും ശക്തമാക്കും. പൊങ്കാലയിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ശുചിത്വ മിഷനും കോർപ്പറേഷനും മലിനീകരണ നിയന്ത്രണ ബോർഡും സംയുക്തമായി ഉറപ്പാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരങ്കാവിൽ നീലവസന്തം തീർത്ത് പോളപ്പൂക്കൽ. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടി പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. ഇതോടെ വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.